ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ 1ാമത്തെ ഭാഗമാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ പരിഹാരം. എന്താണ് ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ അതിനകത്തുണ്ടാകും. സമവാക്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സമചിഹ്നം ഉണ്ടാകും. ഇനി അതിൻ്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടുപിടിക്കുന്നത്. അതായത് അതിനകത്ത് അറിയാൻ വയ്യാത്ത സംഗതിയുടെ വില കണ്ടുപിടിക്കും. ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. കാരണം ആദ്യം തൊട്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. കാരണം ഇത് 8ാം ക്ലാസ്സിൽ മാത്രമല്ല, 9ലും 10ലും +1നും +2നും ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 1ാമത്തെ ഭാഗത്തിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നുള്ള ഭാഗം ആദ്യം നമ്മൾ പഠിക്കും. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പലതരത്തിൽ പറഞ്ഞു തരും. അതിൽ നമ്മൾ എക്സ് എന്ന വേരിയബിൾ ഇട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചെയ്തു പോകുന്ന രീതി. ആ രീതിയാണ് നമുക്ക് ഹയർ ക്ലാസ്സസിലും ഒക്കെ ആവശ്യമുള്ളത്. അപ്പോൾ 1ാമത്തെ ചോദ്യം തൊട്ട് തന്നെ ഞാൻ ആ രീതിയും കൂടെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ തൊട്ടേ ആ ഒരു രീതിയും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്ക് ഏത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് ഒരൊറ്റ ചോദ്യം പോലും തെറ്റിക്കാതെ ചെയ്യാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. 6 മാർക്ക് കൂടി കിട്ടിയാൽ എനിക്ക് 100 കിട്ടിയേനെ. ഒന്നും കൂടെ പറയാം. 6 മാർക്സ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് 100 ഔട്ട് ഓഫ് 100. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്ന് അറിയാവോ? അതിനറിയത്തില്ല അല്ലേ? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ, അപ്പം 6 ആഡ് ചെയ്തല്ലേ പോകുന്നത്. നമുക്കറിയാൻ വയ്യ എത്ര മാർക്കാണ് കിട്ടിയെന്ന് അറിയത്തില്ല. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 100 ആയേനെ. ഇതിൽ വേറൊരു രീതിയിൽ എഴുതാവോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ മാർക്കിൽ ഇട്ടിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ കണ്ടുപിടിക്കേണ്ട സംഖ്യ, ആ സംഗതിയെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സിൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 100 കിട്ടി. 3 തരത്തിൽ എഴുതുന്ന മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിക്കേ. ഈ 100 കിട്ടണമെങ്കിൽ 6 മാർക്ക് കൂടി വേണം. അപ്പൊ നമുക്ക് തിരിച്ച് പുറകോട്ടൊന്ന് പോയാലോ? പുറകോട്ട് പോകുമ്പോൾ ആ 100 നിന്ന് പുറകോട്ടാ പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ 6 കൂട്ടിയെങ്കിൽ പുറകോട്ട് പോയപ്പോൾ 6 കുറച്ചാൽ പോരെ. അപ്പൊ 100ൽ നിന്ന് 6 കുറച്ചപ്പോൾ എത്ര വന്നു? 94, 94 കിട്ടി. ഇനി നമുക്ക് അന്ന് ഇട്ട് നോക്കാം. 94ന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോഴല്ലേ 100 കിട്ടിയത് അല്ലേ? 94ന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോൾ 100 കിട്ടി. ഇനി ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നോക്കിക്കേ, 6 കൂട്ടിയപ്പോൾ, അപ്പൊ ആ കൂട്ടിയത് നമുക്ക് അവസാനത്തെ ഉത്തരത്തിൽ നിന്ന് കുറച്ചപ്പോഴാണ് നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടിയത്. അല്ലെങ്കിൽ എക്സിന്റെ വില കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നിരുന്ന 100ൽ നിന്ന് ഈ +6നെ, +6 ആണ്, 6 കൂട്ടിയിരിക്കുകയാണ്, അതിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ആരുടെ അപ്പുറത്തേക്ക്? ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക്. ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +6 എന്തായി മാറും? -6 ആയി മാറും. അപ്പൊ 100 - 6 എന്താണ്? 94 അല്ലേ? അത് തന്നെയല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ
എന്നത് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്തായി? മൈനസായി. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയാവും. ഇനി ഞാൻ ഇതേപോലെ വേറൊരു ചോദ്യം തരാം. 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സാകും. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാം. 18 വയസ്സ് വേണമല്ലോ വോട്ട് ചെയ്യാനായിട്ടല്ലേ? എല്ലാവർക്കും അറിയാം. 5 വർഷം കഴിഞ്ഞാൽ, ആഫ്റ്റർ 5 years, നമുക്ക് എല്ലാവർക്കും അറിയാം 1 വർഷം അല്ലേ 1 വയസ്സ് കൂടുന്നത്. 1 വർഷം കഴിയുമ്പോൾ 1 വയസ്സ് കൂടും. 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് കൂടും അല്ലെ? അപ്പൊ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സാകും? 18 വയസ്സാകും. അപ്പൊ അതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എങ്ങനെ എഴുതാം? നമുക്കറിയത്തില്ല നമ്മുടെ വയസ്സ്, നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. 5 വർഷം കഴിയുമ്പോൾ, അപ്പൊ 5 വർഷം കഴിഞ്ഞ്, 5 വർഷത്തിന് മുമ്പല്ല. മുമ്പെന്ന് പറയുമ്പോൾ വേറെ, കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ കൂടിയല്ലേ വയസ്സ് വരുന്നത്. 5 എത്രയാകും? 18 ആകും. ക്ലിയർ ആയോ? അപ്പൊ നമുക്കൊന്ന് ആരോ മാർക്ക് ഇട്ട് നോക്കാം. നമ്മുടെ വയസ്സ് ആരോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ എന്താകും? 18 ആകും. പുറകോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ പുറകോട്ട് പോയി നോക്കുമ്പോൾ കൂട്ടിയത് എന്താകും? കുറയ്ക്കണം. 18ൽ നിന്ന് 5 കുറയ്ക്കും. നമ്മൾ ഇവിടെ നോക്കാം, അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടി, പുറകോട്ട് വരുമ്പോൾ കുറയ്ക്കണം. അപ്പൊ 18ൽ നിന്ന് 5 പോകുമ്പോൾ എന്തായി? 13 ആയി അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 13 ആണ്. ഇനി നമുക്ക് എക്സ് ഇട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്കിന് പകരമാണല്ലോ എക്സ് ഇടുന്നത്. അപ്പൊ എക്സ് പ്ലസ് എത്ര കൂട്ടിയപ്പോൾ? 5 കൂട്ടിയപ്പോൾ 18 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എക്സ് ആണല്ലോ വേണ്ടത്. എക്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വലതുവശത്തുള്ള 18 ആദ്യം എഴുതണം. എന്നിട്ടേ ഉള്ളൂ ഈ +5നെ അപ്പുറത്തേക്ക് കൊണ്ടാളൂ. +5നെ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -5 ആയി. അപ്പൊ 18 - 5 എന്ന് പറയുന്നത് 13 ആയി. 13 അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പറയട്ടെ. 123നെ 321 ആക്കാൻ എത്ര കൂട്ടണം? What should be added to 123 to make it 321? 123നെ അതിനേക്കാളും വലിയ സംഖ്യയായ 321 ആക്കണം അല്ലെ? അപ്പൊ 123ന്റെ കൂടെ എത്രയോ കൂട്ടുമ്പോഴല്ലേ 321 ആകുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിന്റെ കൂടെ എത്രയാ കൂട്ടേണ്ടത് നമുക്ക് അറിയത്തില്ല. 123 കൂട്ടുമ്പോ 321 കിട്ടണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കൂടെ എത്ര കൂട്ടി? 123 കൂട്ടിയപ്പോൾ 321 കിട്ടണം. പുറകോട്ട് പോകുമ്പോൾ അത് കുറയ്ക്കണം. -123 ആയി അല്ലെ? ഇനി എക്സ് ഇട്ട് എഴുതുകയാണെങ്കിലോ, എക്സ് പ്ലസ് 123 ആണ് 321. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 321 അതേപോലെ എഴുതിയിട്ട് +123 അപ്പുറത്ത് പോകുമ്പം എന്തായി? -123 ആയി. സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ 321ൽ നിന്ന് 123 സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 8 198 കിട്ടിയില്ലേ? അപ്പൊ എക്സിന്റെ വില എത്രയാണ് ഇവിടെ? 198. നമുക്ക് ചെറിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലാതെ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ അവിടെ കാണിച്ചിരിക്കണം. ഇനി വേറൊരു ചോദ്യം ഞാൻ തരട്ടെ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 423 ടു ഗെറ്റ് 234? 423നെ 234 ആക്കാൻ എന്ത് കുറയ്ക്കണം? ശ്രദ്ധിക്കണം. 423 എന്നുള്ള ആ വലിയ സംഖ്യയിൽ നിന്ന്
എന്തോ ഒരു സംഖ്യ, എത്രയോ ഒരു സംഖ്യ കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടണം? 234 കിട്ടണം. ഇത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യനിൽ നിന്ന്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് മാത്സിന്റെ രൂപത്തിൽ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്ത ഈക്വൽ ടു സൈൻ ഇട്ട സമവാക്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ മാർക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരമാണല്ലോ എക്സ് ഇടുന്നത്, ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ 423 മൈനസ് എക്സ് ഈക്വൽ ടു 234 കിട്ടിയില്ലേ? നമുക്ക് എപ്പോഴും ചിഹ്നം വരുന്നത്, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ചിഹ്നം വരുന്ന ആ സംഖ്യയുടെ തൊട്ട് മുമ്പിലാണ്. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? പ്ലസ് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മൈനസ് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും. അപ്പൊ ഇവിടെ ആരൊറ്റയ്ക്കായി? 423 ഒറ്റയ്ക്കായി. ഈ മൈനസ് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ആരുടെ? ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് എക്സ് ആയി. നമുക്ക് എക്സ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ എക്സിന്റെ വില കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 234 ഇപ്പുറത്തോട്ടും കൊണ്ടുവരണ്ടേ? 234 മുമ്പിൽ എന്തെങ്കിലും ചിഹ്നം ഉണ്ടോ? ഇല്ല. അതായത് അത് പോസിറ്റീവാണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? മൈനസ് ആയി. അപ്പൊ നമ്പർ എല്ലാം ഒരു വശത്തും കിടക്കണം, എക്സ് മറുവശത്തും കിടക്കണം. ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 423 നിന്ന് 234 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 423 നിന്ന് 234 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 189 എന്ന് വന്നു. അതായത് എന്താ? 423 നിന്ന് 189 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 234 കിട്ടും. നമ്മൾ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് എളുപ്പമാകത്തുള്ളൂ. നമ്മുടെ ചോദ്യം ഇതാണ്: ഗോപാലൻ bought a bunch of bananas. 7 of them had begun to rot and he removed them. Now there are 46. How many bananas were there in the bunch? ഗോപാലൻ ഒരു കുല പഴം വാങ്ങി, അതിനകത്ത് 7 കേടാകാൻ തുടങ്ങി. അതിനെ അവൻ റിമൂവ് ചെയ്തു, അതിനെ മാറ്റിക്കളഞ്ഞു. ബാക്കി മിച്ചം 46 ഉണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആകെ എത്ര ബനാന ആ കുലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? ആദ്യം ഒരു കുല ബനാന വാങ്ങി, അതിലെ 7 കേടായതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തു, അതിനെ മാറ്റിക്കളഞ്ഞു. അപ്പൊ എന്താ? -7. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? നൗ there are 46. അപ്പൊ ഇപ്പൊ 46 ഉള്ളത്. മനസ്സിലായോ? 7 മാറ്റിക്കളഞ്ഞപ്പോ ഇപ്പൊ 46 ഉള്ളത്. അപ്പൊ പുറകോട്ട് പോകുമ്പം മൈനസ് എന്താകും? പ്ലസ് ആകും. അപ്പൊ എത്ര ആൻസർ കിട്ടും? 53 കിട്ടി. 46ഉം 7ഉം കൂടെ കൂട്ടിയപ്പം 53 കിട്ടി. ഇനി നമുക്ക് എക്സ് ഇട്ടൊന്ന് എഴുതി നോക്കാം. എക്സ് -7, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരമാണ് എക്സ്. എക്സ് -7 ഈക്വൽ ടു 46. ഈ -7 ആണ് അപ്പുറത്ത് പോകേണ്ടത്, സൈൻ ഉൾപ്പെടെയാണ് മാറ്റേണ്ടത്. -7 അപ്പുറത്ത് പോകുമ്പോൾ അതെന്തായി? +7 ആയി. അപ്പൊ എക്സ് ഒറ്റയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ നിൽക്കണം. ഈക്വൽ ടു 46 റൈറ്റ് സൈഡിലുണ്ട്. -7 മാറി +7 ആകും. അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി? 53 കിട്ടി. അപ്പൊ ആകെ എത്ര ബനാന ഉണ്ടായിരുന്നു? 53 പഴങ്ങൾ ഉണ്ടായിരുന്നു. 53 ബനാനാസ് വേർ ദേർ. 53 പഴങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: വിമല ബോട്ട് സം തിങ്സ് for ₹163. 163 രൂപയ്ക്ക് വിമല കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആൻഡ് നൗ ഷീ ഹാസ് ₹337. ഇപ്പോൾ അവളുടെ കയ്യിൽ 337 രൂപ ബാക്കിയുണ്ട്, മിച്ചമുണ്ട്. അങ്ങനാണെങ്കിൽ എത്ര രൂപ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ആദ്യം? അപ്പൊ ഇപ്പൊ അവളുടെ കയ്യിൽ മിച്ചം ഉള്ളതിന്റെ കൂടെ എത്ര രൂപയ്ക്കാണോ സാധനം വാങ്ങിയത് അത് കൂട്ടി നോക്കിയാ പോരെ. ഇനി
എക്സ് ഇട്ട് ആ രൂപത്തിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? അവളുടെ കയ്യിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ല. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവള് 163 രൂപ എടുത്തു. ഇപ്പം മിച്ചം 337 രൂപയാണ് കയ്യിലുള്ളത്. ബാക്കി ബാലൻസ് അഥവാ മിച്ചം വരണമെങ്കിൽ കയ്യിലുള്ള പൈസ കൂടുതലാണെങ്കിൽ മാത്രമല്ലേ മിച്ചം വരത്തുള്ളൂ, അല്ല? ഇനി ഞാൻ പറഞ്ഞു, മൈനസ് അപ്പുറത്ത് പോകുമ്പം എന്താവണം? പ്ലസ് ആവണം. അപ്പൊ എക്സിന്റെ വില കിട്ടുമല്ലോ. എക്സ് മാത്രമായല്ലോ ലെഫ്റ്റ് സൈഡില്. എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 337ന്റെ കൂടെ മൈനസ് 163 ഇപ്പുറത്ത് പോയപ്പോ പ്ലസ് 163 ആയി. അപ്പൊ ആഡ് ചെയ്ത് നോക്കിക്ക് എത്ര വരുമെന്ന്. 337ന്റെ കൂടെ 163 കൂട്ടുക, 500 ആയില്ലേ. അപ്പൊ അവളുടെ കയ്യിൽ ആദ്യം 500 രൂപ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് റുപ്പീസ് 500 എന്നെഴുതാമല്ലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് നമ്പർ ബിക്കംസ് 321 ഓൺ സബ്ട്രാക്ടിങ് 123? വാട്ട് നമ്പർ ബിക്കംസ് 321? ഒരു നമ്പർ 321 ആകണം. എന്ത് ചെയ്തപ്പം? 123നെ സബ്ട്രാക്ട് ചെയ്തപ്പോ. അപ്പൊ ആ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അതിൽ നിന്ന് 123 സബ്ട്രാക്ട് ചെയ്തപ്പോൾ ആ നമ്പർ എന്തായി മാറി? 321 മാറി. അപ്പൊ നമുക്ക് എക്സ് ആണ് വേണ്ടത്. ആ 321 ആദ്യം എഴുതണം. റൈറ്റ് സൈഡിലുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പറിനെ ആദ്യം എഴുതിയിട്ട് എക്സിന്റെ കൂടെയുള്ള മൈനസ് 123 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് 123 മാറും. അപ്പൊ 321ന്റെ കൂടെ 123 ആഡ് ചെയ്ത് നോക്കുക. 444 കിട്ടി. 444 കിട്ടി. അതായത് അതിന്റെ അർത്ഥം എന്താ? 444 നിന്ന് 123 കുറച്ചപ്പോഴാണ് 321 കിട്ടിയത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ്സ് 756. വാട്ട് ഈസ് എ നമ്പർ? ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 756 കിട്ടുമെങ്കിൽ ആ നമ്പർ എത്രയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കണം. എ നമ്പറിനെ എക്സ് എന്ന് എടുത്തു. മൾട്ടിപ്ലൈഡ് ബൈ 12, മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ നമുക്കറിയാം അല്ലെ? ഇൻറ്റു 12. ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 756 കിട്ടി. അങ്ങനാണെങ്കിൽ നമ്പർ എത്രയാണ്? 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പുറകോട്ട് പോകുമ്പം ഗുണനം ഹരണമായി മാറും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയി മാറും. അപ്പൊ മൂന്നാമത്തെ റൂള് പഠിച്ചില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് പോകുമ്പം ഡിവിഷൻ ആയി മാറി. അപ്പൊ നമുക്കിവിടെ എക്സ് മതി അല്ലെ? എക്സ് ഈക്വൽ ടു ഈ 756 ആദ്യം എഴുതുക. മൾട്ടിപ്ലൈഡ് ബൈ 12 എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പം ഇൻറ്റു 12 എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പം ഡിവൈഡഡ് ബൈ 12, 12 കൊണ്ട് ഹരിക്കണം. 12 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 756നെ 12 കൊണ്ട് ഹരിക്കുക. 6 പ്രാവശ്യം ആകുമ്പം 72 വരും. പിന്നെ മിച്ചം 3 വന്നു. 6നെ താഴോട്ട് ഇറക്കി എഴുതി 3 പ്രാവശ്യം ആകുമ്പോൾ 36 കിട്ടും. അപ്പൊ എത്ര കിട്ടി? 63 എന്ന് ഉത്തരം കിട്ടി. അതായത് ആ നമ്പര് 63 നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്. നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. വാട്ട് ഈസ് എ നമ്പർ? അപ്പൊ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു നമ്പറിനെ, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിക്കുമ്പോൾ 756 കിട്ടിയാൽ ആ നമ്പർ എത്രന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ നമ്പർ എക്സ് എടുത്തു. അതിനെ 21 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 756 കിട്ടി. എക്സ് എന്ന സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോ 756 കിട്ടി. ഇപ്പൊ തിരിച്ച് പുറകോട്ട് വരുമ്പം ഹരണം എന്തായി മാറും? ഗുണനമായി മാറും. 756നെ 21 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നാലാമത്തെ റൂള്, ലാസ്റ്റ് റൂള് പഠിച്ചു.
ഹരണത്തിന് ഈക്വൽ ടു സൈനിന് അപ്പുറത്തേക്ക് വിടുമ്പം ഗുണനമായി മാറും. മനസ്സിലായോ? ആദ്യം നമ്മൾ പഠിച്ച ഇത് രണ്ടുമാണ്. പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഇപ്പൊ പഠിച്ചത് ഗുണനം അപ്പുറത്ത് പോകുമ്പോൾ ഹരണവും, ഹരണം അപ്പുറത്ത് പോകുമ്പോൾ ഗുണനവും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു, എക്സ് ആണ് നമുക്ക് വേണ്ടത്. എക്സ് ഈക്വൽ ടു 756 ആദ്യം എഴുതണം. ബൈ 21 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 21 ആയി. ബൈ 21 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 21 ആയി മാറി. അപ്പൊ 756നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? 15,876, 15,876 നമ്പറിന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി ചെയ്യാം. ഈ ഒരു ചോദ്യം നോക്കിക്കേ. ദ സാലറി ഓഫ് ദി മാനേജർ ഓഫ് ദി ഓഫീസ് ഈസ് 5 times ദ സാലറി ഓഫ് ദി പിയോൺ. നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഓരോ സെന്റൻസും നിർത്തി വായിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്സിന്റെ രൂപത്തിൽ എഴുതിയിട്ട് അടുത്ത വായിക്കാവുള്ളൂ. അപ്പൊ സാലറി ഓഫ് ദി മാനേജറിന്റെ ശമ്പളം എന്ന് പറയുന്നത് പിയൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. ഇവിടെ മാനേജറിന്റെ ശമ്പളം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പിയൂണിന്റെ ശമ്പളമാണല്ലോ നമുക്ക് കാണേണ്ടത്. പിയൂണിന്റെ ശമ്പളത്തിന് എക്സ് എന്ന് എടുക്കുക. Let x be the salary of the peon. Let x be the salary of the peon. പിയൂണിന്റെ സാലറിയുടെ 5 ഇരട്ടി, 5 times, 5 മടങ്ങാണ് ആരുടെ സാലറി? മാനേജറിന്റെ സാലറി. മാനേജറിന്റെ സാലറി ഇവിടെ തന്നിട്ടുണ്ട് 75,000. ഇത് ഫ്രെയിം ചെയ്യുമ്പോഴേ 1 മാർക്ക് കിട്ടി. ഇനി നമുക്ക് എക്സ് ആണ് വേണ്ടത്. ഈക്വൽ ടു ഇടുക, റൈറ്റ് സൈഡിലുള്ളത് എഴുതുക, എന്നിട്ട് ഇവിടെ ഇൻറ്റു 5 അപ്പുറത്ത് പോകുമ്പം ഡിവൈഡഡ് ബൈ 5 ആയി. ഡിവിഷൻ ഇങ്ങനെ ഇടാം, മറ്റു രീതിയിലും എഴുതാം. 7നകത്ത് എത്ര 5 ഉണ്ട്? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. 7നകത്ത് എത്ര 5 ഉണ്ട്? ഒരു 5. പിന്നെ ബാക്കി മിച്ചം 2. അപ്പൊ 25നകത്ത് എത്ര 5 ഉണ്ട്? 5 5. പിന്നെ മിച്ചം ഉണ്ടോ? ഇല്ല. പിന്നെ 3 0 ഇട്ടാൽ പോരെ. അപ്പോ പിയൂണിന്റെ സാലറി എത്രയാണ്? 15,000 ആണ്. പിയൂൺ ഗെറ്റ്സ് ₹15,000 a month. എഴുതാവല്ലോ. പിയൂണിന്റെ 1 മാസത്തെ ശമ്പളം 15,000 രൂപയാണ് എന്നെഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. Some friends went for a trip and decided to divide equally among them. Rupees 12,500 they had spent. Each had to pay rupees 2,500. How many were there in the group? അതായത് കുറച്ച് പേര് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പൊ അവര് തുല്യമായിട്ട് എമൗണ്ട് ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടാണ് അവര് ട്രിപ്പ് പോയത്. ആകെ അവര് 12,500 രൂപ ചെലവാക്കി. ഓരോരുത്തരും 2,500 രൂപ വീതം ഇട്ടു. അങ്ങനാണെങ്കിൽ എത്ര പേര് ആ ട്രിപ്പിന് പോയി ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആളുകളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ആളുകളുടെ ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ്, ഇപ്പൊ എക്സ് എഴുതി ഓരോരുത്തരും 2,500 രൂപ വീതം ഇട്ടു അല്ലെ? അപ്പോ ഇൻറ്റു 2,500 ഈക്വൽ ടു ടോട്ടല് 12,500 ആയി. ഡിവൈഡ് ഈക്വലി എന്നുണ്ട് അല്ലെ? ഓരോരുത്തരും തുല്യ തുക ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും എത്ര പേരെന്ന് അറിയത്തില്ല, ഓരോരുത്തരും 2,500 വീതം ഇട്ടപ്പോ 12,500 ആയി. അപ്പൊ എക്സ് നമുക്ക് കാണാൻ വേണ്ടി റൈറ്റ് സൈഡിലുള്ള 12,500 അതേപോലെ എഴുതി ഇൻറ്റു 2,500. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായി 2,500. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 സെയിം ആണെന്ന് പറഞ്ഞ് ക്യാൻസൽ ആക്കിയേക്കരുത്, 2 സെയിം ആണെന്ന് പറഞ്ഞ് ക്യാൻസൽ ആക്കരുത്. സീറോസിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അതും 0 ഇടയ്ക്ക് വന്നാൽ പോലും വെട്ടാൻ പറ്റില്ല, അവസാനത്തെ അക്കമായിട്ട് വരണം. ഇനി 125നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, നമുക്ക് സംഖ്യ ചെറുതായി കിട്ടിയില്ലേ അല്ലെ? ഇത് 5 കൊണ്ട് വെട്ടി ചെറുതാക്കരുതോ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വെട്ടി ചെറുതാക്കി ആ രീതിയും കൊണ്ട് ഒന്ന് പഠിച്ചു പോകണം. 5 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പം 25നെ 5 കൊണ്ട് വെട്ടുമ്പോൾ 5, 125നെ 5 കൊണ്ട് വെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 12നെ 5 കൊണ്ട് വെട്ടി ചെറുതാക്കും. 12നകത്ത് എത്ര 5 ഉണ്ട്? 2.
മിച്ചം 2, 25-നകത്ത് 5. ഇനി 25-നെ 5 കൊണ്ട് ഹരിക്കുമ്പം 5 കിട്ടിയില്ല. അപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? There were 5 friends in the group. ആകെ 5 കൂട്ടുകാരാണ് ഈ ട്രിപ്പിന് പോയത് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ ചോദ്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.